CNN ടർക്കി ചാനലിൽ വന്ന ഒരു വെളിപ്പെടുത്തൽ. ആ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ഇറാന്റെ മുൻ പ്രസിഡന്റായ മഹ്മൂദ് അഹമ്മദി നജാദാണ്. ആ വെളിപ്പെടുത്തൽ ലോകം ഞെട്ടി. ഇതുപോലൊരു ഗതികേട് ഒരു രാജ്യത്തിനും വരരുതേ എന്ന് ലോകത്തുള്ള എല്ലാ ഭരണാധികാരികളും ചിന്തിച്ചു തുടങ്ങിക്കാണും. ഏതായാലും ആ വെളിപ്പെടുത്തൽ ഇങ്ങനെയാണ്: രാജ്യത്ത്, അതായത് ഇറാനിനുള്ളിലുള്ള ഇസ്രയേൽ ചാരന്മാരെ കണ്ടുപിടിക്കാനായിട്ട് ഒരു ചാരസംഘടന രൂപീകരിച്ചു. 20 അംഗ ചാരസംഘടന ആയിരുന്നു അത്. അതിൻ്റെ തലവൻ പിന്നീടാണ് മനസ്സിലായത് ഇസ്രായേലിലെ ചാരനായിരുന്നുവെന്ന്. സാധാരണഗതിയിൽ ഒരു രാജ്യത്തിൻ്റെ ചാരനെ മറ്റൊരു രാജ്യത്തിന് വേണ്ടിയിട്ട് 2 രാജ്യങ്ങളുടെ ചാരപ്പണി ചെയ്യാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇതിൻ്റെ തലവനായിട്ട് വെച്ച ആളെ തന്നെ ഇസ്രായേൽ റാഞ്ചി ഇസ്രായേലിലെ ചാരനാക്കി മാറ്റുകയായിരുന്നു. അവിടെയും തീർന്നില്ല കഥ. കൂടെയുണ്ടായിരുന്ന 20 സംഘാംഗങ്ങളും ഈ ഇസ്രായേലിൻ്റെ ചാരന്മാരായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു എന്നാണ് ഇറാൻ്റെ മുൻ പ്രസിഡന്റ് മഹ്മൂദ് അഹമ്മദി നജാദ് പറയുന്നത്. ഇവരെല്ലാവരും തന്നെ ടെഹ്റാനെതിരെ പ്രവർത്തിക്കുകയായിരുന്നു എന്നാണ്. അതായത് ഇറാൻ്റെ പ്രധാനപ്പെട്ട ആണവ പദ്ധതികളുടെ തന്ത്രപ്രധാനപ്പെട്ട വിവരങ്ങൾ വരെ ഈ ചാരന്മാർ ചോർത്തി ഇസ്രായേലിന് നൽകി എന്നാണ് പറയുന്നത്. ഇവിടെയാണ് ഇറാൻ ഒന്നനങ്ങാൻ പോലും കഴിയാത്ത വിധം ഇസ്രായേൽ വരിഞ്ഞു മുറുക്കിയത്. നമുക്കറിയാം, ഹനിയയുടെ മരണശേഷം 12ഓളം ഉന്നത സൈനിക ഉദ്യോഗസ്ഥന്മാരടക്കമുള്ളവരെയാണ് ഇറാൻ അറസ്റ്റ് ചെയ്തത്. അതായത് ഇറാനിയൻ പൗരന്മാരെയാണ് അറസ്റ്റ് ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിൽ ഇറാൻ ഭരണാധികാരികൾക്ക് കൂടെ കിടക്കുന്നവനെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. അതായത് സൈന്യത്തിലും അവരുടെ ചാരസംഘടനയിലും പോലീസിലും അടക്കം ഇസ്രായേലിൻ്റെ ചാരന്മാർ. അക്ഷരാർത്ഥത്തിൽ ഇസ്രായേൽ എല്ലായിടത്തും പടർന്നു പന്തലിച്ച് വേരൂന്നി നിൽക്കുന്നു. അതുതന്നെയാകാം കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്: ഇറാൻ്റെ ഓരോ തരി മണ്ണും ഞങ്ങൾക്ക് മനഃപ്പാഠമാണ്, നിമിഷങ്ങൾ മതി പറന്നിറങ്ങാനെന്ന്. അതവർ തെളിയിക്കുകയും ചെയ്തു. ഹനിയയുടെ കൊലപാതകം അങ്ങനെയായിരുന്നു. സൈനികരുടെ വലിയ സംരക്ഷണ വലയത്തിനുള്ളിലുള്ള സൈനിക അക്കാഡമിക്കുള്ളിലുള്ള ഒരു റൂമിൽ ബോംബ് സ്ഫോടനം നടത്താൻ അവർക്ക് കഴിയുമെങ്കിൽ അതിന് പിന്നിലും ഈ ഇറാനിൽ നിന്ന് അവർ വളർത്തിയെടുത്ത ചാരന്മാർ തന്നെയാണ്. ഏതായാലും മൊസാദിനെ പിടികൂടാനായി ഇറാൻ രൂപീകരിച്ച ചാരസംഘടനയുടെ തലവനും സംഘാംഗങ്ങളും ഒറ്റയടിക്ക് ഇസ്രായേൽ ചാരന്മാരായിരുന്നു എന്നൊരു വെളിപ്പെടുത്തലാണ് മുൻ പ്രസിഡന്റ് നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.